ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് റിലേഷൻഷിപ്പിലൊക്കെ പൊതുവെ ബോയ്സൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഇവരെ പല കാരണങ്ങൾ കൊണ്ടും ഇഗ്നോർ ചെയ്യാറുണ്ട്, മീൻസ് അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയ വണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് മിക്ക ആളുകളും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾ അവരോട് പറയുന്ന രീതികൾ, അവരോട് ഇപ്പം മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വാല്യൂ കുറയും എന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ഒന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് വാല്യൂ കുറച്ചുകൂടി കൂടാനും അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ട് തിരികെ വരാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻസ് അവരോട് പറയേണ്ട അല്ലെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക, എന്നിട്ട് ആ രീതിയിൽ പിന്നീട് അങ്ങോട്ട് അവരോടൊന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവരോട് ഇങ്ങനെ ബെഗ് ചെയ്യുന്ന ഒരു ശീലം ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരിപ്പോൾ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും തരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു അറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന രീതി എങ്ങനെയാണ്, നീ ഇപ്പം എവിടെയാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് റിപ്ലൈ തരാത്തത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, നീ തിരക്കിലാണ് എന്നുള്ളത് എനിക്കറിയാം, കുഴപ്പമില്ല, നീ സമയം എടുത്തോളൂ, നീ ഓക്കെ ആവുന്നത് വരെ സമയം എടുത്തോളൂ, അത് കഴിഞ്ഞിട്ട് നീ എപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പോൾ നീ വന്ന് മെസ്സേജ് അയക്കൂ, നിനക്ക് ചാറ്റ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴായാലും റെഡിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് പറയാന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നുള്ള രീതിയിലല്ല. തിരക്കിലാണെന്നുള്ളത് എനിക്കറിയാം, കുഴപ്പമില്ല, നീ ഇപ്പോൾ ബിസി ആയതുകൊണ്ടായിരിക്കുമല്ലോ മെസ്സേജ് അയക്കാത്തത്. അപ്പോൾ നമ്മൾ പറയാം, തിരക്കിലാണെന്നുള്ളത് എനിക്കറിയാം, അപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നീ എപ്പോഴാണോ ഓക്കെ ആവുന്നത് ആ സമയത്ത് നീ വരൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ, അതായത് എവിടെയാണ്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്ലൈ തരാത്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അവർക്കൊന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു രീതിയിലാണ്, അതായത് എന്താണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, റിപ്ലൈ തരാത്തെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇല്ലാണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം വിഷമമുണ്ട്, റിപ്ലൈ തരാതിരിക്കുമ്പോൾ നമുക്ക് അത്രയും അധികം വേദനയുണ്ട് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പകരം ഈ രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. മീൻസ് നിങ്ങൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും വന്നോളൂ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെക്കൻഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് എങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങളൊന്ന് അയക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് വിഷമമായിട്ടുണ്ടാവും, അതിന്റെ പേരിലൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള കോണ്ടാക്ട് ഇല്ലാതെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരോട് പറയണ്ടാവുക, ഞാൻ നിന്നെ വിഷമിപ്പിച്ചു, ഐ എം സോറി, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്, നീ ഒന്ന് മറക്ക്, നിന്നോടൊന്ന് ക്ഷമിക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, ഞാൻ നിന്നെ വിഷമിപ്പിച്ചു എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നുണ്ട്, അതായത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായി നിനക്ക് പറഞ്ഞു തരണം, നിനക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് സംസാരിക്കാൻ ഫ്രീ ആവുന്നത് അപ്പോൾ പറയൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ സോറി സോറി എന്ന് പറഞ്ഞ് പോണതല്ല, നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് തെറ്റാണ്, നമ്മൾ പറഞ്ഞ് മീൻസ് അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നീ എപ്പോഴാണ് സംസാരിക്കാൻ ഓക്കെ ആവുന്നത് ആ ഒരു ടൈമിൽ ഞാൻ പറയാം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പറയാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഐ എം സോറി, ഞാൻ നിന്നെ വിഷമിപ്പിച്ചു, നീ അത് മറന്നേക്ക് എന്നുള്ള രീതിയിലൊന്നും പറയുന്നതിന് അങ്ങനെയൊന്നും പറയാതെ ഈ ഒരു കാര്യം നിങ്ങൾ പറയാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന കാര്യമാണ്, എന്തിനാണ് എപ്പോഴും എന്തെങ്കിലും ഇഗ്നോർ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്തിനാ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഗ്നോർ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് പകരമായിട്ട് ഇങ്ങനെ പറയാം, നിന്നെ ഞാൻ വില മതിക്കുന്നുണ്ട്, നിനക്ക് അത്രയും വാല്യൂ ഞാൻ തരുന്നുണ്ട്, നീ തന്നെ ഓക്കെ ആകും, നിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിനുള്ള എഫേർട്ട് നീ എടുക്കും, നീ റെഡി ആകും എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അതായത് നീ എന്നിങ്ങനെ എന്തിനാണ് ഇഗ്നോർ ചെയ്യുന്നത്, അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് പകരമായിട്ട്
ഇങ്ങനെ മീൻസ് നീ എന്നെ ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ നമ്മൾ മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, നീ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനേ കഴിയുന്നില്ല, നമ്മൾ അത്രയും ക്ലോസ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയരുത്. അതിന് പകരമായിട്ട് നമ്മൾ ഇതുവരെയും വളരെ കുറച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, വളരെ കുറവ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നീ വിഷമിക്കരുത്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ധൈര്യമായിട്ട് നീ എന്നോട് അത് ഷെയർ ചെയ്തോളൂ എന്നുള്ളത് നിങ്ങൾ പറയാം. അതായത് നീ എന്നെ ഇങ്ങനെ കാണിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് അത് പോണ്ടാവുക. അപ്പം നമ്മൾ അത്രയും ക്ലോസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആയിരുന്നു, പക്ഷെ നീയാണ് ക്ലോസ് അല്ലാതിരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അത് വരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ അങ്ങനെ പറയുന്നതിന് പകരമായിട്ട് ഈ കാര്യം പറഞ്ഞാൽ മതി. അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടില്ല, വളരെ കുറവ് മാത്രം ആണ് കമ്മ്യൂണിക്കേഷൻ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വന്നോളൂ എന്നുള്ള കാര്യം അങ്ങനെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇത് ഉറപ്പായിട്ടും അവരുടെ ഉള്ളിൽ ഇനിയും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതായത് ഇനിയും അവരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, അപ്പോൾ അത് നിങ്ങളോട് പറയാം എന്നുള്ള രീതിയിൽ ചിന്ത വരും. മീൻസ് കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആൾ സേഫ് ആണ് എന്നുള്ള ചിന്തകളൊക്കെ വരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇനി പറയാനായിട്ട്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസും ഒന്നും വരാണ്ടാവണ സമയത്ത്, അതായത് ഒരു റിപ്ലൈ ഒന്നും വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയും, എന്താണ് ശരിക്കും സംഭവിക്കണം എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എല്ലാം ശരിയാകുമെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, എല്ലാം ശരിയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നീ സംസാരിക്കാൻ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പോൾ നീ വരൂ, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. നീ സംസാരിക്കാൻ വരുന്ന ആ ഒരു ടൈമിൽ, മീൻസ് നീ എപ്പോഴാണ് ഓക്കെ ആവുന്നത് അപ്പോൾ നീ സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ഓക്കെ ആണ്, ഞാൻ വരാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം പറയൂ എന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് പോകുന്നതിന് പകരമായിട്ട്, നീ ഓക്കെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ വരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം നീ എപ്പോഴാണോ റെഡി ആവുന്നത് ആ ടൈമിലൊന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലരും മെസ്സേജ് അയക്കുന്ന രീതി അല്ലെങ്കിൽ അവരോട് പറയുന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതേ ഉള്ളൂ പല റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഞാൻ എങ്ങനെയാണോ പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളെല്ലാവരും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരാനുള്ള സാധ്യത കുറച്ചാണ്, അതായത് 50 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും ഇല്ല, അങ്ങനെയാണ്. പക്ഷേ ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ പറയൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവരോട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഉള്ളിലുള്ള ആ ദേഷ്യം കാര്യങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.